നമസ്കാരം. ഈ നാട്ടിലും മറുനാട്ടിലും ചോര നീരാക്കി കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്നവരാണ് മലയാളികളിൽ ഭൂരിപക്ഷവും. എല്ലാവരും കള്ളന്മാരൊന്നുമല്ല, കൊള്ളക്കാരുമല്ല, രാജ്യദ്രോഹികളുമല്ല, ഈ ദേശവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരുമല്ല. അത് വിരലിലുണ്ടാവുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവരെ എങ്ങനെ മെയിൻ്റനൻസ് ചെയ്യണം എന്ന് ഇവിടുത്തെ പോലീസ് സേനയ്ക്ക് അറിയുകയും ചെയ്യാം. എന്നാൽ യൂണിഫോം ഇട്ട ചില കള്ളന്മാരും കൊള്ളക്കാരും ചില വൃത്തികെട്ട തീവ്രവാദികളും ചില പോക്കണം കെട്ടവരും ഉണ്ട്. കാക്കി യൂണിഫോമിലെ നക്ഷത്രമുള്ളവരും ഇല്ലാത്തവരുമായിട്ടുള്ള കുറച്ചുപേർ, വളരെ കുറച്ചുപേർ പോലീസ് സേനയ്ക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കേരള പോലീസിന് അപമാനമായിട്ടുള്ളവർ. അത്തരക്കാർ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും കേസുകളും കള്ളക്കേസുകളും സത്യത്തിൽ നമ്മുടെ കേരള ജനതയ്ക്ക് അപമാനമാണ്. അറിയാമല്ലോ, മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തിട്ടുള്ള നവകേരള സദസ്സിൽ ഈ പറയുന്ന പോലീസുകാരടക്കം കാണിച്ചു കൂട്ടിയത്, യൂത്ത് കോൺഗ്രസ്സുകാരെയും മറ്റുള്ളവരുമൊക്കെ തെരഞ്ഞു പിടിച്ച് പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിച്ചത്, ഹോട്ടൽ ഉടമകളെയും അവരുടെ മക്കളെയും മാനേജർമാരെയും ഒക്കെ കള്ളക്കേസിൽ കുടുക്കി സ്റ്റേഷനിലിട്ട് മർദ്ദിച്ചത്, ഇതിന്റെയൊക്കെ CCTV ദൃശ്യങ്ങൾ കിട്ടാൻ പിന്നെ വർഷങ്ങൾ നീണ്ട പെടാപ്പാടുകൾ. വിവരാവകാശം ഒന്നും കൊടുത്താൽ കിട്ടില്ല. ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് ദൃശ്യങ്ങൾ കിട്ടുന്നത്. ദൃശ്യങ്ങൾ കിട്ടിയാൽ മാത്രം നടപടിയെടുക്കുന്ന നമ്മുടെ പോലീസ് ഏമന്മാരും പോലീസ് മന്ത്രിയും എല്ലാം. സത്യത്തിൽ കഴിഞ്ഞ 10 വർഷമായി കേരളം നരകിക്കുകയാണ്. പിണറായി വിജയൻ എന്ന ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ, കഴിവില്ലാത്ത ഒരു ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ, ഒരു പോലീസ് സേനയെ എങ്ങനെ സത്യവും ധർമ്മവും നീതി മുറുകെ പിടിച്ചുകൊണ്ട് നിലകൊള്ളണം എന്ന് പഠിപ്പിക്കാത്ത, നേതൃത്വം കൊടുക്കാത്ത ഒരു ആഭ്യന്തരമന്ത്രിയുടെ കീഴില് നാണം കെടുകയാണ് ഇവിടുത്തെ സമൂഹം എന്ന് പറയുന്നത്, മലയാളി സമൂഹം എന്ന് പറയുന്നത്. കാര്യം വോട്ട് ചെയ്ത് വിജയിപ്പിച്ചങ്ങോട്ട് കയറ്റിയില്ലേ. ഇന്ന് പുറത്തു വരുന്ന ഒരു വാർത്ത, താജുദ്ദീൻ എന്ന് പറയുന്ന ഒരു പ്രവാസിയെ കേവലം 10 ദിവസത്തേക്ക് മാത്രം, അതും മകളുടെ നിക്കാഹിന് വേണ്ടി നാട്ടിലേക്ക് വന്ന ഒരു പ്രവാസിയെ മാലമോഷണ കേസിൽ പിടിച്ച് അകത്തിട്ട് അയാളുടെ ജോലിയും അയാളുടെ വിസയും എല്ലാം റദ്ദായി. ആ കാരണത്താൽ അവിടെ ചെന്നിറങ്ങിയപ്പോൾ 10-15 ദിവസം അവിടെ ജയിലിൽ നിന്നും കടന്ന അയാളുടെ ജീവിതം കുട്ടിച്ചോറായ കഥ ഇന്ന് പുറത്തു വരികയാണ്. താജുദ്ദീന്റെ ഭാര്യയുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു കള്ളൻ പോലും മകളുടെ നിക്കാഹിന്റെ തലേദിവസം മാല പൊട്ടിക്കാൻ പോകില്ല. അതായത് ഒരു കള്ളൻ പോലും അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ, ഒരു പ്രവാസി മകളുടെ നിക്കാഹിന് പ്രവാസ ലോകത്ത് നാട്ടിലേക്ക് വന്നിട്ട് മകളുടെ നിക്കാഹിന്റെ തലേദിവസം മാല പൊട്ടിക്കാൻ പോയി എന്ന പേരിൽ CCTV ദൃശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളത്തെളിവിന്റെ പേരിൽ പിടിച്ച് അകത്താക്കണമെന്നുണ്ടെങ്കിൽ ആ പോലീസുകാർ ഗുണ്ടകളും തെമ്മാടികളും പോക്കണം കെട്ട പോക്കിരികളുമായിരിക്കും. മനുഷ്യരായിരിക്കില്ല, ചെകുത്താന്മാരായിരിക്കും, അല്ലെങ്കിൽ ചെകുത്താന്റെ മനസ്സുള്ളവരായിരിക്കും. മനുഷ്യരാണെന്നുണ്ടെങ്കിൽ ഒരല്പം സാമാന്യ ബുദ്ധിയോടെ ചിന്തിച്ചേനെ. കാരണം പിറ്റേന്ന് മകളുടെ നിക്കാഹാണ്, തലേ ദിവസം മാലമോഷണത്തിന് പോവില്ല. ആരും പോവില്ല, ഒരു കള്ളം പോവില്ല, പിന്നെ അല്ലേ മറ്റുള്ളവർ. ഒരല്പം നീതിബോധമുള്ള പോലീസുകാരായിരുന്നു ഈ പറയുന്ന ചക്കരക്കൽ പോലീസിലെ അന്നത്തെ ആ പോലീസുകാരെങ്കിൽ അവർ ഉറപ്പായും ആ CCTV ദൃശ്യങ്ങൾ ഒന്നുകൂടി പരിശോധിച്ചേനെ. ഈ പറയുന്ന ആളിന്റെ മുഖത്ത്, താജുദ്ദീന്റെ മുഖത്ത് പരിക്കുകൾ, നെറ്റിയിൽ പരിക്കുകളുടെ പാടില്ല. ആ CCTV ദൃശ്യത്തിൽ അത് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. കയ്യിലെ വള കാണുന്നുണ്ട്, വാച്ച് കാണുന്നുണ്ട്, സ്കൂട്ടറിലാണ് പോകുന്നത്. ആ സ്കൂട്ടറോ അത്തരത്തിലുള്ള യാതൊന്നും തന്നെ താജുദ്ദീന്റേതായി കണ്ടെത്താനോ മറ്റൊന്നും കഴിഞ്ഞിട്ടില്ല. താജുദ്ദീൻ ആ സമയം മുതൽ നിരപരാധിയാണെന്ന് വിളിച്ചു പറയുന്നുണ്ട്. താൻ ആ സമയത്ത് അവിടെ ഇല്ല എന്നും 10-11 കിലോമീറ്റർ അപ്പുറത്തെയാണ്, അതിന്റെ ടവർ ലൊക്കേഷനൊക്കെ തെളിയിക്കാമെന്ന് പറഞ്ഞിട്ടും അതൊന്നും പോലീസ് ചെവിക്കൊണ്ടില്ല. പിറ്റേന്ന് നിക്കാഹാണ്, അയാളെ പിടിച്ച് ജയിലിൽ എന്നിട്ട് അടച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, താജുദ്ദീൻ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ മാത്രമല്ല, ആ മനുഷ്യന്റെ മകളെ നിക്കാഹ് ചെയ്യാൻ വരുന്ന ആ ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ നോക്കണം. അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന നാണക്കേട് നോക്കണം. ഈ താജുദ്ദീനും അവരുടെ കുടുംബത്തിനും ഉണ്ടാകുന്ന നാണക്കേട് നോക്കണം. ആ കുടുംബം മുഴുവൻ കള്ളനാക്കി മുദ്രക്ക് കുത്തിക്കൊണ്ട് പത്രങ്ങളിലും ചാനലിലും കാണിച്ചിട്ടുള്ള ഫോട്ടോയും വാർത്തകളും ശ്രദ്ധിക്കണം. ഇതാണ് ഈ മീഡിയകൾ കാണിക്കുന്ന, അല്ലെങ്കിൽ ഈ പോലീസ് കാണിക്കുന്ന ഏറ്റവും വലിയ തെമ്മാടിത്തരം എന്ന് പറയുന്നത്. ഒരാളെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളെ പ്രദർശന വസ്തുവാക്കാണ്. അയാൾ നാളെ നിരപരാധിയായി പുറത്തു വരുമ്പോൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന പ്രചരണങ്ങൾ അവർക്ക് പ്രതികൂലമായി ബാധിക്കുമെന്നോ, ആ സമയത്ത് തന്നെ അവർക്ക് ജീവിതം അവസാനിപ്പിക്കുന്ന വിധത്തിലുള്ള പോലും മനോവിധകൾ ഉണ്ടാവുമെന്നോ ഇവർക്ക് അറിയാഞ്ഞിട്ടല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾ തോന്നിയത് ചെയ്യും, ഞങ്ങൾക്ക് യൂണിഫോം ഉണ്ട്, ഞങ്ങൾ കുപ്പായമുണ്ട്, അതിന്റെ മേലിൽ ഇരട്ടച്ചങ്കുള്ള ഒരാൾ ഞങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് യൂണിയൻ ഉണ്ട്, എന്ത് തോന്നിയാസം കാണിച്ചാലും എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും നമ്മളെ സംരക്ഷിക്കാൻ ആളുണ്ട്. പരമാവധി പോയൊരു സസ്പെൻഷൻ, അത് കഴിയുമ്പോൾ ആ സസ്പെൻഷൻ കാലാവധി കഴിയുമ്പോൾ അന്ന് മുടക്കി വെച്ചിട്ടുള്ള ശമ്പളം അടക്കം തിരിച്ചു തന്നുകൊണ്ട് പ്രൊമോഷനോടെ പുനർനിയമനം നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് സംഘടനയുണ്ട്, യൂണിയൻ ഉണ്ട്. ഇതിന്റെയൊക്കെ പേരുള്ള അഹങ്കാരമാണ്. എന്നാൽ ഈ അഹങ്കാരത്തിന് മീതെ കർമ്മ എന്നൊന്നുണ്ട്. അത് അനുഭവിക്കാതെ ഈ ദുഷ്ടന്മാർ ഈ ലോകത്തുനിന്ന് വിട്ടുപോകില്ല എന്നുള്ളത് സത്യമാണ്. ഇവിടെ 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചു എന്ന് പറയുന്നുണ്ട്. 1 കോടി രൂപയാണ് നഷ്ടപരിഹാരം ചോദിച്ചതെന്നും പറയുന്നുണ്ട്. ഒന്ന് പോരാ, 2 കോടി രൂപയെങ്കിലും മിനിമം നഷ്ടപരിഹാരം വാങ്ങേണ്ട ഒരു കേസാണിത്. കാര്യം അത്രത്തോളം അദ്ദേഹത്തിന്റെ ജീവിത സമ്പാദ്യങ്ങളും നശിച്ചു ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാലേ നമുക്കതിനെ കുറിച്ച് മനസ്സിലാവുള്ളൂ.
എത്രത്തോളം ചെലവാകും, എത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടും എന്ന് എല്ലാം നഷ്ടപ്പെടുകയാണ്. അത്രത്തോളം നഷ്ടപ്പെട്ട് ആ കേസ് പറഞ്ഞ അവസാനം ഇപ്പോ വെറുതെ വിടുമ്പോൾ, കേസ് നിരപരാധിയാണ് എന്ന് കണ്ട് വെറുതെ വിടുമ്പോൾ, കള്ളക്കേസാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ പ്രതിയെ പിടിക്കുമ്പോൾ ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ട മാനം, ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ജീവിതം, ഇദ്ദേഹത്തിന്റെ മറ്റെല്ലാം, തൊഴിൽ എല്ലാം, അതിനൊരു സമാധാനം വേണ്ടേ? അതിന് മിനിമം 2 കോടി രൂപയെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട്. താജുദ്ദീന് 2 കോടി രൂപ നഷ്ടപരിഹാരത്തിന് അർഹനാണ്. അതിൽ കൂടുമെങ്കിലേ ഉള്ളൂ. പക്ഷെ ഇത് ആര് കൊടുക്കണം? ഈ ബന്ധപ്പെട്ട പോലീസുകാർ, ഈ താജുദ്ദീനെ പിടിച്ച് റിമാൻഡ് ചെയ്ത് അയാളെ ജീവിതം കുട്ടിച്ചേറാക്കിയ പോലീസുകാർ അവരുടെ തറവാടും അവിടെ കുടുംബ വീടും മുഴുവൻ വിറ്റിട്ട് അത് ജപ്തി ചെയ്തിട്ടോ അല്ലാതെയോ ആ പണം ഈടാക്കി താജുദ്ദീന് കൊടുക്കണം. അവരും അറിയട്ടെ. ഇങ്ങനെ ഈ സകല തെമ്മാടിത്തരം കാണിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ, സത്യസന്ധമായി കേസന്വേഷിക്കാതിരുന്നാൽ, തന്റെ ജോലി മര്യാദയ്ക്ക് ചെയ്യാതിരുന്നാൽ ഇതാണ് അനുഭവം എന്നവർ മനസ്സിലാക്കട്ടെ. എന്നാൽ മാത്രമേ ഇനിയെങ്കിലും ഈ ആഭ്യന്തര സംവിധാനം നേരെ പോകൂ. അല്ലാതെ പിണറായി വിജയൻ എന്ന പോലീസ് മന്ത്രിയുടെ കീഴിൽ ഈ പോലീസ് നന്നാവുമെന്ന് കരുതേണ്ടതില്ല. പ്രതിയായി പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ ഒരു പോലീസാവാൻ പ്രതിയാണ്. ആ കാരണത്താൽ ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്തു. അയാളെ മരണമൊഴിയുണ്ട്. ഇതെല്ലാം ഉണ്ട്. പക്ഷെ എന്നിട്ടും ഇപ്പോഴും ചുവന്ന കൊടിയുടെ മറവിൽ ആ പോലീസുകാരനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോലീസ് മന്ത്രിയുള്ള നാടാണിത്. ഈ നാട്ടിൽ താജുദ്ദീൻമാർ ഇനി ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ പോലീസ് സംവിധാനം ഇപ്പോൾ അങ്ങനെയാണ്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾക്കുമുണ്ട് കൂടും കുടുംബവും, നിങ്ങൾക്കുമുണ്ട് കുട്ടികൾ, നിങ്ങൾക്കുമുണ്ട് ബന്ധങ്ങൾ, നിങ്ങൾക്കുമുണ്ട് സൗഹൃദങ്ങൾ. അത് നഷ്ടപ്പെടുമ്പോൾ ഉള്ളൊരു വേദന ഉണ്ടല്ലോ, ആ വേദന മറ്റൊരുവൻ അനുഭവിക്കുന്നുണ്ട്. ആ വേദനയ്ക്കും ഇതേ വേദനയാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എന്ന് കഴിയുന്നു, അന്നേ നിങ്ങളൊരു മനുഷ്യനെന്ന് പറയാൻ പറ്റൂ. ആദ്യം നിങ്ങളൊരു മനുഷ്യനാവുക, എന്നിട്ട് നിങ്ങളൊരു പോലീസുകാരനാകുക, എന്നിട്ട് ആ യൂണിഫോമിന് ഒരു അല്പമെങ്കിലും മര്യാദയും ബഹുമാനവും കൂടെ. Different angles. Don't forget to subscribe and support this channel.